അസ്സലാമലൈക്കും. സുഹ്റ തന്നെ ആരെ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ സുഹ്റ കാണുന്നത് കാൽമുട്ടിൽ കൈത്താങ്ങി നിന്ന് കിതക്കുന്ന മുംതാസിനെയാണ്. അത് കണ്ടതും സുഹ്റ പാറപ്പുറത്ത് നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്ത് പണിയാ മുംതാസ് നീ കാണിക്കുന്നത്? വയറ്റിലൊരു കുട്ടിയുള്ളത് അറിയില്ല എനിക്ക്. ഈ കാട് കയറാൻ പറ്റുന്ന സമയമാണോ ഇത്? എന്തിനാ അപ്പോൾ ഇങ്ങനെ ഓടിപ്പിടിച്ചു വന്നത്? അവൾ ചോദിച്ചതൊന്നും കേൾക്കാത്ത രീതിയിൽ മുംതാസ് സുഹ്റയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പ്രതീക്ഷിക്കാത്തതിനായതാൽ സുഹ്റ ഒന്ന് നിമിഷം നെട്ടി. പിന്നെ സുഹ്റയും അവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം സുഹ്റയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം തണുക്കുവോളം പരസ്പരം പുണർന്നുകൊണ്ടവർ കണ്ണുനീരൊഴുക്കി. ഇജത് ക്ഷമിച്ചാൾ സുഹ്റ. ആരൊക്കെ ഈ നാട്ടിൽ നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. എൻ്റെ കൈ പിടിച്ച് നടന്ന സുഹ്റാക്ക് അങ്ങനെയൊന്നും വഴി വെച്ച് പോകാനാവില്ലെന്ന് എനിക്കറിയാം. അതാരും പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട. എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട് നിന്നെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഈ ആ ഭാഗം ശ്രദ്ധിക്കാൻ തന്നെ പോണ്ട. നല്ലതൊന്നും കേൾക്കാൻ ആരും ആഗ്രഹിക്കില്ല. മോശം വാർത്തകൾ കേൾക്കാൻ മാത്രമാണ് എല്ലാവർക്കും താല്പര്യം. ആരുടെ മുന്നിലും ഈ തല കുനിക്കരുത്. ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണ്ട. ഒന്നും പഠിച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ. എല്ലാം അവൻ്റെ അറിവോടെ തന്നെയാണ്. അതിൽ പരം ആരെ ബോധ്യപ്പെടുത്തണം? ഇനിയും ഈ നാട്ടിൽ നിന്നും പലരുടെയും വായിൽ നിന്ന് നീ പലതും കേൾക്കേണ്ടി വരും. ഒന്നും ശ്രദ്ധിക്കേണ്ട. സുഹ്റയ്ക്ക് ചിരിയാണ് വന്നത്. അല്ലെങ്കിലും എൻ്റെ മുംതാസിൻ്റെ അടുത്തില്ലാത്ത പ്രതിവിധി ഉണ്ടോ? എന്നും എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ ഞാൻ പറയാതെ അറിഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ഇവളെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവൾ. സുഹ്റ സന്തോഷത്തോടെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഒരുപാട് നേരത്തെ വിശേഷങ്ങളും പറച്ചിലുകൾക്കും വർഷങ്ങളോളം അനുഭവിച്ച യാതനകൾ പങ്കുവയ്ക്കലും ആശ്വസിപ്പിക്കൽക്കും ശേഷം സുഹ്റ വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ ഹൃദയത്തിൽ എന്തും നേരിടാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മുംതാസ് അവൾക്ക് ധൈര്യം കൊടുത്തിരുന്നു. ആരില്ലെങ്കിലും ആശ്വാസം പകരാൻ നിനക്ക് ഞാനുണ്ടാവും എന്ന ധൈര്യം. മുംതാസിനെ പോലെ ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് സുഹ്റ മനസ്സിലാക്കി. ഹൃദയഭാരം എല്ലാം കുറച്ച് മനസ്സിൽ ഒരിച്ചിരി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി ചെന്ന സുഹ്റയെ കാത്തുകൊണ്ട് അവിടെ പുതിയ അതിഥികൾ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അകത്തുനിന്നും പരിചിതമില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ എനിക്ക് എല്ലാവരും അപരിചിതരാണല്ലോ. മുറ്റത്ത് ചെരുപ്പുകൾ കിടക്കുന്നുണ്ട്. അകത്തുള്ളവർ എല്ലാം പുരുഷന്മാരാണെന്ന് ചെരുപ്പുകളിൽ നിന്ന് മനസ്സിലാക്കിയ സുഹ്റ അടുക്കള വശത്തോടു കൂടി ഉള്ളിലേക്ക് കയറി. അടുക്കളയിൽ ഉമ്മ തിരക്കിട്ട് ചായ എടുക്കുന്നുണ്ട്. 2 പാത്രങ്ങളിൽ ബേക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇജ് വന്നാ? സുഹ്റയെ കണ്ടതും ചായ ഗ്ലാസുകൾ പാത്രങ്ങളിലേക്ക് എടുക്കി വെക്കുന്നതിനിടയിൽ ആമിന ചോദിച്ചു. ഉമ്മ, അകത്താരാണ് വന്നത്? ഒരുപാട് ആളുകളുണ്ടല്ലോ. അതിന് മറുപടിയായി ഉമ്മ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ബേക്കറി പാത്രം സുഹ്റയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പിറകെ വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു. സുഹ്റ ഒരു നിമിഷം അവിടെ നിന്ന് ഉമ്മയുടെ പുറകെ ചെന്നു. ഉപ്പാക്ക് ചുറ്റും പ്രായമുള്ള കുറച്ച് ആളുകൾ ഇരിക്കുന്നു. വളരെ ഗൗരവമായ ചർച്ചയിലാണ് അവരെല്ലാം. സുഹ്റയെ കണ്ടതും അവർ ഒരു നിമിഷം സംസാരം നിർത്തിവെച്ചുകൊണ്ട് അവളെ നോക്കി. അപ്പുറത്തെ മുറിയിൽ തൻ്റെ സഹോദരങ്ങൾ വാതിൽ ചാരി പുറത്തോട്ട് നോക്കി നിൽക്കുന്നത് കണ്ട സുഹ്റ അവരുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞു. മോളെ, അവിടെ നിന്നാ. ഉപ്പ പറഞ്ഞതും അവൾ അവിടെ നിന്നു. ഇതാണ് എൻ്റെ വലിയ മോള് സുഹ്റ. ഗൾഫിലായിരുന്നു. ഇന്നലെ വന്നതേ ഉള്ളൂ. നമ്മൾ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇവളിവിടെ ഇല്ലല്ലോ. പിന്നെ ഓളിനി എന്നാ വരാമെന്നറിയാത്തത് കൊണ്ട് അന്ന് നമ്മൾ വാക്ക് പറഞ്ഞു. ഇനിയിപ്പോൾ വലിയോളെ ഇവിടെ നിർത്തിയിട്ട് അനിയത്തിനെ എങ്ങനെ കെട്ടിച്ചോ? ഉപ്പ പറഞ്ഞത് കേട്ടിട്ടും സുഹ്റക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ ഉമ്മയുടെയും സഹോദരങ്ങളുടെയും മുഖത്തേക്ക് നോക്കി. ആ, ഇവള് വന്ന കാര്യമൊക്കെ ഞങ്ങൾ അങ്ങാടിയിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ അവളെ ദുബായ് കഥ. ഓൾക്ക് അവിടെ കിട്ടിയവനും കുട്ടിയൊക്കെ ഉണ്ടെന്നാണല്ലോ പറച്ചില്. പിന്നെ എന്തിനാ ഓൾക്ക് ഇനിയൊരു വേറൊരു പുതിയാപ്പിള? അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നവൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ തുടങ്ങി. ഒന്നുകൂടി കേട്ടോ, ഇവളങ്ങനെ ചീത്തപ്പേരും കേൾപ്പിച്ച് വന്നോണ്ടേ ഇനി താഴെയുള്ള കുട്ടികളുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിച്ച് കളയണ്ട. ഇതിപ്പോൾ നല്ലൊരു ബന്ധമാണ് അസീനാക്ക് വന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമാക്കാതെ അസീനാനെ നമ്മളെ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചോളാം. പക്ഷേങ്കിൽ ഇവളിവിടെ നിൽക്കുമ്പോൾ പറ്റൂല. ഒന്നെങ്കിൽ ഇവളിവിടെ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഓൾക്കൊരു പുതിയാപ്പിളിനെ കണ്ടുപിടിച്ചോളൂ. ഞങ്ങൾക്ക് എന്തായാലും കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ വേണം. അതും കൂടി പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് വേണ്ടാന്ന് വെക്കണോ? ഞങ്ങൾക്ക് വേറെ പെണ്ണിനെ കിട്ടും. പറഞ്ഞുറപ്പിച്ച പൈസയ്ക്ക് നിങ്ങൾ അസീനാക്ക് ഇനി വേറെ ചെറുക്കനെ കിട്ടൂല. അതോർത്താൽ മതി. വന്നിരിക്കുന്നവർ പറയുന്നത് കേട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും മുഖം കുനിഞ്ഞു പോകുന്നത് സുഹ്റ കണ്ടു.
അസീനക്ക് കല്യാണം ഉറച്ചെന്നും ഉടനെ നടത്താൻ ഇവർ തീരുമാനപ്പിറപ്പിച്ച് വച്ചതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്നും സുഹ്റക്ക് മനസ്സിലായി. ഞാൻ കാരണം എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിച്ചു പോകുമോ എന്നൊരു ഭയം സുഹ്റയെ ആ നിമിഷം പിടിമുറുക്കി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഒരു ചക്രവ്യൂഹം പോലെ അവളെ വലിഞ്ഞു മുറുക്കിയാണോ എന്നവൾക്ക് തോന്നി. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. നടന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞതും ചെയ്തു. അസീനാൻ്റെ കാര്യത്തിൽ നിങ്ങൾ ദയവുണ്ടാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ കല്യാണം ഇല്ലാതാക്കരുത്. ഈ പേരും കൂടി പണയം വെച്ച് പൈസ ആചാര്യ കയ്യിൽ നിന്ന് മേടിച്ചു. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും? നിങ്ങളെ കാല് പിടിച്ച് കളയാം. ഇത് ഉപേക്ഷിച്ച് കളയരുത്. ഉപ്പ അപേക്ഷയോടെ പറയുന്നത് കേട്ട് സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയും അനിയത്തിമാരുമൊക്കെ കണ്ണുകൾ തുടക്കുന്നുണ്ട്. അതിലേറെ സുഹറയ്ക്ക് വേദനയുണ്ടാക്കിയത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് ആചാര്യയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത സ്ഥലത്തിൻ്റെ ആധാരം വീണ്ടും ആചാര്യയുടെ കയ്യിൽ തന്നെ കൊണ്ടുപോയി പണയം വെച്ചു എന്നുള്ളതാണ്. അന്ന് അബ്ദുള്ളയുടെ മുന്നിൽ എൻ്റെ മാനം പണയം വെച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ടേനെന്ന് അവൾക്ക് തോന്നി. ഞങ്ങൾ ഒഴിവാക്കുന്നൊന്നുമില്ല, പക്ഷെ സുഹറ ഇവിടെ കല്യാണം കഴിയാതെ നിൽക്കാൻ പറ്റൂല. ഞങ്ങളെ ചെറുക്കൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ബേജാറുണ്ട്. ഇനി 2 ആഴ്ച ഉണ്ടല്ലോ, ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കെട്ടിച്ചു നോക്കിയോളാം. എന്നിട്ട് ഇനി ഞങ്ങളെ വിളിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് വന്നവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഉപ്പ പിന്നെയും അവരുടെ പിറകെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഉമ്മയുടെയും അനിയത്തിമാരുടെയും കണ്ണുകൾ സുഹറയുടെ മേലെയാണ്. മടങ്ങി വന്ന ഉപ്പ കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം എടുത്തു. ഓല് എങ്ങനെയായാലും സമ്മതിച്ചൂല അമ്മേ. സുഹറ ഇവിടെ നിൽക്കുമ്പോൾ ഓല് കല്യാണം വേണ്ട എന്ന് തന്നെ പറഞ്ഞത്. ഇനിയിപ്പോൾ എവിടുന്ന് കിട്ടും ഒരു ചെക്കനെ? പണ്ടും പൈസയും ഇതിനെ ഒപ്പിച്ച് കാണ്. ഇനിയിപ്പോൾ സുഹറക്കും കൂടി ഉള്ളത് എവിടുന്ന് ഉണ്ടാക്കും? ഉപ്പ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തുടച്ചു. അസീൻ അത് കേട്ടതും കണ്ണീരോടെ അകത്തേക്ക് പോയി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണമൊന്നും ഈ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ അതിന് പോകണമെന്ന് തന്നെ ആണ് കരുതിയിരുന്നത്. എൻ്റെ ജീവിതം ഇതുപോലെ പലരുടെയും തീരുമാനത്തിൽ മാറി മറിഞ്ഞു പോവുകയാണല്ലോ എന്നോർത്ത് സുഹറ നെടുവീർപ്പിട്ടു. ഇനിയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ സ്വീകരിച്ചേ മതിയാവൂ എന്ന തിരിച്ചറിവോടെ സുഹറയുടെ വീടിൻ്റെ മുറ്റത്ത് തുണിപ്പന്തലുകൾ ഉയർന്നു. മുറ്റത്ത് സ്ഥലം കുറവായതിനാൽ തെങ്ങിൻ്റെ തോട്ടത്തിലേക്ക് കൂടി ചേർത്ത് കെട്ടിയിട്ടുണ്ട് പന്തൽ. മുറ്റം നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭക്ഷണം വിളമ്പുന്ന തിരക്കാണ്. ഒരു ഗ്രാമം മുഴുവനും കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. മുറ്റത്ത് പന്തലിന് ചാരി ആചാര്യയുടെ കാര്യസ്ഥൻ ഒരു മേശയ്ക്ക് മുമ്പിൽ കസേരയിട്ടിരിക്കുന്നുണ്ട്. ആണുങ്ങൾ കുറച്ചു പേരൊക്കെ അയാളുടെ കയ്യിൽ പൈസ കൊടുത്തുകൊണ്ട് പേര് ബുക്കിൽ എഴുതിക്കുന്നുണ്ട്. സുഹറയുടെ ഉപ്പയും അനീസും വരുന്നവരെ സ്വീകരിച്ചും ഭക്ഷണം വിളമ്പുറത്തുനിന്നായി ഓടി നടക്കുന്നു. ആമിനുമ്മയും ഉണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. മജീദ്ക്ക ഇങ്ങോട്ട് നോക്കി, അസീനാൻ്റെ പുതിയാപ്പൻ്റെ പൊരിക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറുക്കനും വരും. ആമിനാത്താനോട് പോയി ഓല വിളിച്ചുകൊണ്ട് പൊരയിൽ കയറ്റാൻ പറയും. ആമിയെ. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആമിനുമ്മയെ മജീദ്ക്ക വിളിച്ചു. അങ്ങോട്ട് ചെന്ന് അസീനാൻ്റെ പുതിയാപ്പൻ്റെ ആൾക്കാർ അതാ വന്ന് നിൽക്കുന്നത്, ഓലൊന്ന് വിളിച്ച് പൊരയിൽ കയറ്റ ആമിയെ. പഠിച്ചോനെ, ഇത്രയും പെട്ടെന്ന് ഓല് വന്നോ? ആമിനുമ്മ ധൃതി പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്കോടി. അസീനയുടെ ഭാവി വരൻ അമീറിൻ്റെ വീട്ടിലെ സ്ത്രീകളാണ് വന്നിരിക്കുന്നത്. നിക്കാഹിന് മുന്നേ അസീനയെ പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. ആമിനുമ്മ അവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിച്ച് അകത്തേക്കിരുത്തി. അവർക്ക് കുടിക്കാൻ വെള്ളവും ഇരിക്കാനുള്ള സൗകര്യങ്ങളും ആ കൊച്ചു ഹാളിൽ ഒരുക്കുന്നതിനിടയിൽ അസീനയെ അവരുടെ മുൻപിലേക്ക് നിർത്തി. ഒരു പുതുപെണ്ണിൻ്റെ എല്ലാ നാണത്തോടും കൂടി അസീന തല കുനിച്ചു നിന്നു. മുഖം ചുവന്ന് തുടിച്ചിട്ടുണ്ട്. കൈകളിൽ മൈലാഞ്ചി ചുവപ്പുണ്ട്. ശരീരത്തിൽ അത്യാവശ്യം വേണ്ട സ്വർണങ്ങളും ഇട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ നിന്ന് 2 കല്യാണമല്ലേ? ഇവിടെ മറ്റേ പുതിയെണ്ണ് കാണട്ടെ, ഇങ്ങോട്ട് വരാൻ പറയും. കൂട്ടത്തിൽ വന്ന ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. അസീനയും ആമിനുമ്മയും മുഖത്തോട് മുഖം നോക്കി. ആമിനുമ്മ ആ ചെറിയ റൂമിലേക്കൊന്ന് എത്തി നോക്കി. മോളെ സൂറ, ഒന്നിങ്ങോട്ട് വാ, അവിടെ ഉള്ളവർ എന്നെ ചോദിക്കണേ. ആമിനുമ്മ പുറകെ വരുന്ന രൂപത്തിലേക്ക് എല്ലാവരെയും നോക്കി. ഒരു സാരിയാണ് വേഷം. അസീനയെ പോലെ തന്നെ ഒരുങ്ങിയിരിക്കുന്നു. ഒരു പുതുപെണ്ണിൻ്റെ എല്ലാ രൂപവുമുണ്ട്. പക്ഷേ അസീനയിൽ കണ്ട നാണമോ പുഞ്ചിരിയോ സുഹറയിലില്ല. ഒരു നിസ്സംഗ ഭാവമാണ്. അമീറിൻ്റെ ബന്ധുക്കൾ അടുത്തെത്തിയപ്പോൾ വരുത്തി തീർത്ത ഒരു പുഞ്ചിരി അവർക്ക് കൊടുത്തുകൊണ്ട് സുഹറ തലതാഴ്ത്തി. അസീനയെ ഒരുക്കാൻ വേണ്ടി വന്നവർ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ സുഹറ തൻ്റെ റൂമിലേക്ക് പോയി. പാതി തുറന്നിട്ട ജനാലക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ നിന്ന് കാട് കാണാം. പുറത്ത് തൻ്റെ കല്യാണത്തിൻ്റെ തിരക്കുകളാണ് നടക്കുന്നത്. പക്ഷേ അതിലൊന്നും മനസ്സ് ഉറപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ല.
മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും. ശരിക്കും തനിക്ക് സന്തോഷമാണോ? അങ്ങനെയൊരു ഭാവം എന്നിലുണ്ടോ? ഇല്ല. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ എല്ലാം പോലെ തന്നെ ഇതും. ആർക്കൊക്കെ വേണ്ടി ഒരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരും ദുഃഖിക്കാൻ ഇടവരുത്താതിരിക്കാൻ. അമീറിൻ്റെ വീട്ടിലുള്ളവർ വന്നു പോയതിൽ പിന്നെ വീട് ഉറങ്ങിയ പോലെയായിരുന്നു. ആശിച്ചു കൊണ്ടിരുന്ന വിവാഹ ജീവിതം എത്താത്ത കാരണം തനിക്ക് ലഭിക്കാതെ പോകുമോ എന്ന ഭയം കൊണ്ടാണോ എന്തോ ഹസീന സുഹറയോടുള്ള സംസാരം തന്നെ മാറ്റി. ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. അവളിൽ നിന്ന് നേരിടുന്ന അവഗണന സുഹറയെ വല്ലാതെ നോവിച്ചു. ഉമ്മയും ഉപ്പയും പോലും മിണ്ടാതെയായിപ്പോയി. ഉപ്പാക്ക് ഉറക്കമില്ലാത്ത രാത്രിയിലായിരുന്നു. രാവ് പുലരുവോളം മുറ്റത്ത് കൂടി നടക്കുന്നത് കാണാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് ഉമ്മയും കണ്ണുനീർ വാർക്കും. സന്തോഷകരമായി അവരുടെ ജീവിതത്തിലേക്ക് ഞാനാണ് ഒരു കരടായി വന്നതെന്ന് തോന്നി സുഹ്റാക്ക്. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അസീനയുടെ കല്യാണമൊക്കെയായി അവിടെയുള്ളവർ സന്തോഷത്തോടെ ജീവിച്ചു പോയേനെ. എന്തായാലും എനിക്ക് പേരുദോഷമാണ്. അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയുള്ളവർ ജീവിച്ചു പോയേനെ. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും എൻ്റെ കൂടെപ്പിറപ്പുകൾ കിട്ടുന്ന നല്ല ജീവിതം ഇല്ലാതാവാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു ഉറച്ച തീരുമാനമായി സുഹറ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു. പുറത്തെ ചാരുപ്പടയിൽ ഇരുന്നു കൊണ്ട് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ഉപ്പയെ സുഹറ വിളിച്ചു. എന്തെന്നർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും ഇരുട്ടിലേക്ക് കണ്ണു നട്ടു. ഉപ്പ, ഞാൻ കാരണം നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നിങ്ങൾ ഹസീനാൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ട് കൂടില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂലായിരുന്നു. കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർത്തുകൊണ്ട് ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ലപ്പാ. എന്തെങ്കിലും ചെറിയ പണി കിട്ടുമെന്ന് അന്വേഷിക്കാൻ പലരുടെയും അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസീനാൻ്റെ വിവാഹം ഞാൻ കാരണം മുടങ്ങാതെ ഇരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കല്യാണം കഴിക്കാൻ ആരെന്നോ എന്തെന്നോ എനിക്കറിയണ്ടപ്പാ. നിങ്ങൾ തീരുമാനിക്കുന്ന ആരായാലും ഞാൻ ഒരിക്കാണ്. നശിച്ചു പോയുള്ളെന്ന പേരുദോഷം ഉണ്ടായതുകൊണ്ട് ആരുടെയും ജീവിതത്തിൽ വിലങ്ങുതടിയായി നിൽക്കാൻ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ വിധി എന്നെ ഉപ്പ എല്ലായിടത്തും തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ തയ്യാറാണ് ആരെ കെട്ടാനും. ഇടറുന്ന ശബ്ദത്തോടെ സുഹറ പറഞ്ഞു നിർത്തി. ഉപ്പാക്ക് കണ്ണുകൾ നിറഞ്ഞെങ്കിലും സുഹറയുടെ സമ്മതം കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അത്രയും സമയം ഒരുക്കിക്കൊണ്ടിരുന്ന അയാളുടെ മനസ്സ് തണുത്തുപോയി. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. പെണ്ണുകാണലിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ സുഹറയ്ക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഒരു കാഴ്ചവസ്തുവായി ഒരുങ്ങിക്കെട്ടി നിൽക്കേണ്ടി വരില്ലല്ലോ എന്ന ആശ്വാസം. കല്യാണം കഴിക്കാൻ പോകുന്നവൻ്റെ പേരോ നാടോ വീടോ അറിയില്ല. ഒന്നു മാത്രം അറിയാം, കല്യാണം കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോവേണ്ടി വരില്ല. ഈ വീട്ടിൽ തന്നെ നിൽക്കാം. അയാൾക്ക് വേറെ ഭാര്യയിൽ കുട്ടികളുണ്ട്, വലിയ കുട്ടികളാണ്. പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. കുട്ടികളെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി മാത്രമേ കൊണ്ടുപോവാവൂ. എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി മാത്രം നടത്തുന്നൊരു വിവാഹം. അമീറിനെ ശരീരം വിറ്റ് നിൽക്കുന്നവൾ ഉള്ള വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അവൻ്റെ വീട്ടുകാർക്കുള്ള സമ്മതത്തിന് വേണ്ടിയുള്ളൊരു വിവാഹം. പക്ഷേ അതിനും വേണം പൈസ. കല്യാണം കഴിക്കാൻ വന്ന ആൾ ചോദിച്ചത് 10,000ങ്ങളാണ്. കൂടെ സ്വർണവും എല്ലാം കടം മേടിച്ചുകൊണ്ട് ഉപ്പ നികത്തിയിട്ടുണ്ട്. ഇനി ആ കടങ്ങൾ എങ്ങനെ വീട്ടും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആദി. സുഹറ! പുറകിൽ നിന്നും തൻ്റെ പ്രിയ കൂട്ടുകാരി മുന്താസ് വിളിക്കുന്നത് കേട്ടാണ് സുഹറ ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നത്. മുന്താസിനെ അവളൊരു ചുണ്ടിൽ വരുത്തി. എന്താടി എൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്ത? കല്യാണപ്പെണ്ണിൻ്റെ മുഖത്ത് കാണുന്ന നാണം പോലില്ല. നിൻ്റെ ആരെങ്കിലും മരിച്ചോ? ഇങ്ങനെ മോറും കയറ്റിപ്പിടിച്ച് ഇരിക്കാനേ? ഒന്ന് ചിരിക്കെൻ്റെ പെണ്ണെ. മുന്താസ് അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. സുഹറ അത്രയും സമയം അടക്കി വെച്ച കണ്ണുനീരോടെ മുന്താസിവിനെ ആഞ്ഞു പുൽകി. അടക്കി പിടിച്ച കണ്ണുനീർ തുള്ളികൾ മുന്താസിവിൻ്റെ ചുമലിൽ വീണ് നനഞ്ഞു. മജീദാക്ക, ചെറുക്കം കൂട്ട് വരുന്നുണ്ട്, നിക്കാഹിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിട്ടാ. പെട്ടെന്ന് പുറത്തുനിന്ന് ബഹളം ഉണ്ടാവുന്നത് എല്ലാവരും ചെറുക്കൻ കൂട്ടരെ സ്വീകരിക്കാൻ തിരക്ക് കൂട്ടുന്നതും സുഹറ അറിഞ്ഞു. അതുവരെ പതിയെ മിടിച്ചുകൊണ്ടിരുന്ന സുഹറയുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഒരു ആശ്ചര്യത്തിൽ നിന്നോണം സുഹറ മുന്താസിൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. പരന്മാർ വന്നിരുന്നതും ആ മുറ്റത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞു. സ്ത്രീകൾ മറച്ചു കിട്ടിയിരിക്കുന്ന പന്തലിന് മുകളിലൂടെ എത്തി നോക്കി. കണ്ടവർ കാണാത്തവർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു. പല അഭിപ്രായങ്ങളും അവിടെ രൂപം കൊണ്ടു. പള്ളിയിലെ കാലി കൂടെ വന്നതോടെ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മജീദക്കയും സുഹറയുടെ ഭർത്താവാൻ പോകുന്ന അയാളും ഒരു മേശക്കപ്പുറം അപ്പുറം ഇപ്പുറവും മുഖം നോക്കിയിരുന്നു. ഹസ്തദാനം ചെയ്തു.
സുഹറയ്ക്ക് വേണ്ടി അയാൾ കൊണ്ടുവന്ന മഹർ മുന്നിൽ വെച്ചുകൊണ്ട് നിക്കാഹിൻ്റെ കർമ്മങ്ങൾ തുടർന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി മഹറിന് പകരമായി സുഹറയെ ഉപ്പ അയാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. കൂടി നിന്ന എല്ലാവരുടെയും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. നിക്കാഹിന് ശേഷം അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്നു. നിക്കാഹ് കഴിഞ്ഞതും അത് കണ്ടുകൊണ്ടിരുന്ന മുംതാസ് ഓടിപ്പോയി സുഹറയുടെ അടുത്ത് വിവരം പറഞ്ഞു. പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും സുഹറ അവളുടെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. സുഹറ, ഈ കണ്ടോ എൻ്റെ കിട്ടിയവനെ? കണ്ടാ 2 കുട്ടികളൊപ്പം ആണെന്ന് തോന്നൂലട്ടാ. പെണ്ണ് എന്താ ഭംഗിയെന്നറിയോ? മുംതാസ് സുഹറയുടെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് ചിരിച്ചു. അയാളുടെ പേരെന്താ? സുഹറയുടെ ചോദ്യം കേട്ട് മുംതാസിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞെങ്കിലും അവൾ ചിരിയോടെ തന്നെ പറഞ്ഞു, ഷാജഹാൻ. അയാൾ നിന്നെ ഇനി മുംതാസിനെ പോലെ നോക്കും. കണ്ടോ, നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഷാജഹാൻ ചക്രവർത്തിയെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് വേണമെന്ന്, അതുപോലെ പ്രണയിക്കണമെന്ന്. ഇപ്പോൾ കണ്ടോ നിന്നെ തേടി വന്നത്. അവൾക്ക് വീണ്ടും ചിരിയാണ്. പക്ഷെ സുഹറയ്ക്ക് ഒന്നും തോന്നിയില്ല. ഇപ്പോൾ അവൾ ഏത് മാനസികാവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് അവൾക്ക് തന്നെ അറിയില്ല. പുറത്തേക്ക് വിളിച്ചപ്പോൾ സുഹറയും അസീനയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മഹർ കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. അസീന ഒരു പുതുമണ്ണിൻ്റെ നാണത്തോടെ നടന്നു തന്നെ തല താഴ്ത്തി അമീറിൻ്റെ മുമ്പിൽ നിന്നു. അവൾ മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ. അമീറിൻ്റെ വീട്ടുകാർ വളരെ നല്ല രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് തോന്നി എല്ലാവർക്കും. അസീനയെയും അമീറിനെയും കണ്ണടക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സുഹറയെ ഉപ്പയാണ് പിടിച്ചുകൊണ്ട് ഷാജഹാൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയത്. നീളമുള്ള തടിച്ച ശരീരമുള്ള ഒരു 45 വയസ്സിനേക്കാൾ പ്രായം തോന്നിക്കുന്ന അയാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സുഹറ വീണ്ടും ചെറുതായതുപോലെ തോന്നി. അവളിപ്പോഴും മുഖം ഉയർത്തി ഷാജഹാനെന്ന് നോക്കിയിട്ടില്ല. തലയും താഴ്ത്തി തന്നെയാണ് നിൽക്കുന്നത്. മുഖത്ത് ഒരു നിസ്സംഗഭാവവും. മഹർ കഴുത്തിൽ അണിയിക്കുമ്പോൾ അവൾ ഈ ജീവിതം നന്നായിരിക്കാൻ പ്രാർത്ഥിക്കാതെ ഇരുന്നില്ല. എന്തു തന്നെയായാലും ഇനി എൻ്റെ ജീവിതമാണ്. ഇയാളുടെ കൂടെയാണെന്ന് സുഹറക്കറിയാം. അതിന് പഠിച്ചവൻ്റെ അനുഗ്രഹം ആവശ്യമാണെന്നും. അസീന അമീറിൻ്റെ മഹർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മഹർ ചാർത്തിയതിനു ശേഷം 2 പേരുടെയും മുഖത്തും നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കലും അമീർ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫുകളുടെ വക ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞുകൊണ്ട് അവർ പോകാനായപ്പോഴാണ് അസീനയുടെ മുഖത്തുള്ള പുഞ്ചിരി ഇല്ലാതായത്. ജനിച്ച ദിവസം മുതൽ ഈ വീട്ടിൽ തന്നെയാണ്. ഒരു രാത്രി പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. ഉമ്മയും ഉപ്പയും സുഹൃത്തിയും മാത്രമാണ് കാണാതെ ഇരുന്നിട്ടുള്ളൂ. യാത്ര പറയാൻ നേരം ഉമ്മയും ഉപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു അസീന. ഒടുക്കം കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന സുഹറയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യാത്ര പറയാൻ പോലും വാക്കുകൾ ഉണ്ടായിരുന്നില്ല അസീനക്ക്. സുഹറ കല്യാണത്തിന് തടസ്സമാകുമെന്ന് ഭയന്നുകൊണ്ട് എത്ര ദിവസം മിണ്ടാതെ നടന്നു. ഈ നിമിഷം അസീനയ്ക്ക് കുറ്റബോധം തോന്നി. അവൾ തൻ്റെ സുഹറയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സുഹറ യാതൊരു പരിഭവം കൂടാതെ അവളെ ചേർത്ത് പിടിച്ചു. സുഹറയുടെ അടുത്ത് നിൽക്കുന്ന ഷാജഹാനെ കണ്ടതും അസീനയ്ക്ക് വീണ്ടും കുറ്റബോധം കൂടി വന്നതേയുള്ളൂ. ഞങ്ങളുടെ ജീവിതം സുരക്ഷിതം ആവാനാണല്ലോ എൻ്റെ ഇത്ത ഇങ്ങനെയൊരു ബന്ധം സ്വീകരിച്ചതെന്ന് അവൾക്ക് തോന്നി. ഷാജഹാനെ ഒന്ന് നോക്കിക്കൊണ്ട് സുഹറയിൽ നിന്നും അടർന്നു മാറിയ അസീന സുഹറ ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. കവിളിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ചു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടി ഈ ഇത്ത കരുതിയത്. നല്ല രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞില്ല. അമീറിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്നും ഞാൻ കൂടെ ഉണ്ടാവും. കരയുന്ന അസീനയെ അമീറിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് നിർത്തി. ഒരിക്കൽ കൂടി തൻ്റെ വീട്ടുകാരെ തിരിഞ്ഞു നോക്കി നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷം നൽകുന്ന ഒരു ജീവിതം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസീന അമീറിൻ്റെ കൂടെ വീട്ടിലേക്ക് യാത്രയായി. രാവിലെ മുതൽ സാരിയും എടുത്ത് നിൽക്കുന്നത് കാരണം സുഹറ ആകെ വശം കിട്ടിയിരുന്നു. തലവേദനയും ക്ഷീണവും കാരണം ഒന്ന് കുളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നു മുതൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഷാജഹാനെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ഉപ്പ അയാൾക്ക് മാറാനുള്ള വസ്ത്രങ്ങളും കുളിക്കാനുള്ള സ്ഥലവും കാണിച്ചു കൊടുത്തു. സുഹറയെല്ലാം നോക്കി നിന്നതേയുള്ളൂ. ഷാജഹാനും ഇടക്ക് തന്നെ നോക്കുന്നുണ്ട് എന്ന് സുഹറക്ക് തോന്നി. ഷാജഹാൻ ചായ കുടിക്കുമ്പോഴും കല്യാണ തിരക്കുകളിൽ ഒഴിഞ്ഞ് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴും സുഹറ ഒഴിഞ്ഞു നിന്നതേയുള്ളൂ. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മഹറിലേക്ക് ഇടയ്ക്കിടെ അവൾ നോക്കി. തലവേദന കാരണം ഒന്ന് ഉറങ്ങിയേ മതിയാവുമെന്ന് തോന്നിയതും ആരെയും ശ്രദ്ധിക്കാതെ അവൾ ഉപ്പയുടെ റൂമിൽ പോയി കിടന്നു. ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവളുടെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി. സുഹറ! ഒരു ചിരിയോടെ സുഹറ കണ്ണുകൾ തുറന്നു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും സുഹറയുടെ മുഖത്തുള്ള പുഞ്ചിരി മാഞ്ഞു. ഉമ്മ! സുഹറ ചുറ്റും ഒന്ന് നോക്കി. ഞാൻ വീട്ടിൽ തന്നെ. ഉപ്പയുടെ മുറിയിൽ ചുറ്റും ഇരുട്ട് പരന്നിട്ടുണ്ട്. അപ്പോൾ
ഞാൻ ഇതുവരെ ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഇത്രയും സമയം അവൾ സ്വപ്നം കണ്ടത് നേരിട്ട് അനുഭവിച്ചതുപോലെയായിരുന്നു. സുഹറയ്ക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുണ്ടായിരുന്നില്ല. മോളെ സുഹ്റ, മതി, എത്ര സമയമായി ഈ ഉറക്കം തുടങ്ങിയിട്ട്? മഗ്‌രിബ് കൊടുക്കാൻ സമയമായി. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഈ കിടന്നുറങ്ങാണ്. മോളെ, ഉമ്മ ഒരു കാര്യം പറയാം. എൻ്റെ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാതാണ് ഈ നിൽക്കാൻ സമ്മതിച്ചതെന്ന് ഉമ്മാക്ക് അറിയാം. എന്നാലും ഇപ്പോൾ ഷാജാന് എൻ്റെ പുതിയാപ്പിളാണ്. ഓനോട് ഒരു ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. നിക്കാഹ് കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടു ഇജൊന്ന് വർത്താനം കൂടി പറഞ്ഞിട്ടില്ലല്ലോ. ഇജ് വന്ന് ഉളുണ്ടാക്കി നിസ്കരിച്ചു അവൻ്റെ അടുത്തേക്ക് ചെല്ല്. എൻ്റെ കുട്ടിൻ്റെ ജീവിതം നല്ലതാവാൻ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉമ്മ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സുഹറയ്ക്ക് ഷാജഹാൻ്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. ഇത്രയും സമയത്ത് സ്വപ്നങ്ങൾക്കിടയിൽ സുഹറ തൻ്റെ നിക്കാഹ് കഴിഞ്ഞു പോയ കാര്യം തന്നെ മറന്നു പോയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.